വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. വൈ? എന്തുകൊണ്ട്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ ശക്തയായിരിക്കണം, നീ ശക്തനായിരിക്കണം. കാരണം എന്താണ്? നീ എവിടെയെല്ലാം പോകുന്നു എന്നാണ്. ഇന്ന സ്ഥലങ്ങളിൽ അത് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നീ വെന്റിലേറ്ററിൽ പോയാലും ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ ICUവിലായാലും ശരി, ഐ വിൽ കം വിത്ത്. നീ പരീക്ഷാ ഹാളിലായാലും ശരി, നീ ഇൻ്റർവ്യൂവിലായാലും ശരി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി, ഒരു മോളുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. അവൾ കംപ്ലീറ്റ് മലയാളം മീഡിയമാണ്. ഇവൾക്ക് അതേസമയം തന്നെ കക്ഷി ഉടമ്പടി എടുത്തിട്ട് IATS പരീക്ഷയ്ക്ക് പോവുകയാണ്. ഇവളാണെങ്കിൽ IATS പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആളിൻ്റെ മുമ്പിൽ ഇരുന്ന് പരീക്ഷകൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ വിറക്കണം. ആ മാഡത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂക്കല പോലെ വിറക്കുകയാണ്. ഒന്നും വായിന്ന് വരണില്ല. വരുമ്പോഴൊക്കെ അവരാണ് മാഡം ചോദിക്കും, വൈ യു ആർ ഷിവറിങ്, ഇതെന്താ നിങ്ങൾക്ക് വല്ല മാനസിക രോഗമാണോ, എന്താ പറ്റി ഇത് കെട്ടിയെടുത്ത് എന്തായാലും ഇതിലേക്ക് വന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന രീതി. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ്, ശരീരഭാഷ അതാണ്. എന്നാൽ പിന്നെ പണ്ടാരം അടങ്ങാൻ എന്തിനാണ് ഇതിന് തലകുത്തി പറയാൻ പോയതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജാണ്. അപ്പോൾ അവൾ പക്ഷേ ഇവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല. ഭയങ്കര ചുണ്ടൊക്കെ വിറക്കണത്, തൊണ്ട വിരളെന്ന് വല്ലാത്ത ഒരു പിടച്ചിലാണ്. അപ്പോൾ മാഡത്തിന് കാര്യം മനസ്സിലായി. മാഡം പറയും തെറ്റട്ടെ, യു കണ്ടിന്യൂ എന്ന് പറയും. അങ്ങനെ 2 മിനിറ്റ് ഒരു കണക്കിന് ഇംഗ്ലീഷ് പറഞ്ഞ് സ്പീക്കിങ്ങാണ്. 2 മിനിറ്റ് 2.5 മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആളിൻ്റെ ഗ്യാസ് തീർന്ന്, പഠിച്ചു വെച്ച സംഭവങ്ങളെല്ലാം തീർന്ന്. പിന്നെ എന്ത് പറയാമെന്നറിയാമല്ലോ, പിന്നെ നിന്ന് വിറക്കുകയാണ്. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് 5 മിനിറ്റല്ലേ ഉള്ളത്, 5 മിനിറ്റ് കണ്ടതിന് 5 മിനിറ്റ് പറഞ്ഞ് ഒപ്പിക്കാൻ പറഞ്ഞു. കാര്യം അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലേ, ആളെ പറഞ്ഞു. അവൾ 5 മിനിറ്റ് ആദ്യം പറഞ്ഞത് 2.5 മിനിറ്റല്ലേ പറഞ്ഞിരിക്കണത്, അത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത്. കാര്യം വിറയ്ക്കണ പറയണമെന്നൊരു പിടിയില്ല. ഒരു കണക്കിന് അവിടെ നിന്ന് കഴിഞ്ഞ് താടി പുറത്ത് വീണ്. പേടിയാ ശരിക്കും ആളിനെ. പക്ഷേ എന്താ സംഭവം? വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം, ഏത് സ്പീക്കിംഗ് ആയാലും ഏത് ഇൻ്റർവ്യൂവിനായാലും ഐ വിൽ കം വിത്ത് യു. റിപ്പോർട്ട് വന്നപ്പോൾ എന്താ വന്നിരിക്കുന്നത്? അവർക്ക് B ഗ്രേഡ്. ട്രോളർമാർ ചിലപ്പോൾ എൻ്റെ ഈ പ്രസംഗം തന്നെ എടുത്ത് ട്രോൾ ചെയ്ത് വരും. കാര്യം എന്താ, ഇതിൻ്റെ അത് യുക്തിയില്ലല്ലോ. കാര്യം വിറച്ചതുള്ളി 2.5 മണിക്കൂർ പറഞ്ഞു. 2.5 മണിക്കൂർ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന കരിമരുന്ന് തീർന്ന്. പിന്നെ ഒരു 2.5 മണിക്കൂർ ബാക്കി കിടക്കണം. കാരണം എന്തെങ്കിലും പറഞ്ഞ് തുലച്ചിട്ട് പോകാൻ പറയുമ്പോഴും ആ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ B ഗ്രേഡ്. നിങ്ങളെ സാക്ഷ്യം കേൾക്കണം, യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയണത്. അവൾ വിറച്ചെന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? അവിടെ തൊണ്ട വരണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. യോഗ്യതയില്ല. യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് എൻഡ് അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? കർത്താവിൻ്റെ സാധ്യത തുറന്നു വരാൻ പോകുന്നു. ദാറ്റ് ഈസ് ഗ്രേസ്. എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണത്, ഈ മെറിറ്റെന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഉണ്ടാകുന്ന യുക്തിയും ശക്തിയും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ പല വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മെറിറ്റിൽ അധിഷ്ഠിതമല്ല, അത് ഗ്രേസിൽ അധിഷ്ഠിതമാണ്. അതാണ് ബൈബിൾ പറയണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് എല്ലാവർക്കും അറിയാതെ അല്ലേ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഗോലിയാത്ത് വന്നു. ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ മഹാരാക്ഷസനാണ്. അവൻ്റെ ഷെക്കൽ 700 ഷെക്കലാണ് അവൻ്റെ പരിച. 13 അടിയാണ് അവൻ്റെ കുന്തം. ദാവീദൊരു പയ്യൻ, ഇടയ ചെറുക്കനാണ്. ദാവീദിനോട് ഗോലിയാത്ത് ചോദിക്കണത് എന്താണ്? നീ എൻ്റെ അടുത്ത് വരാൻ എന്ത് മെറിട്ടെന്നാണ് ചോദിക്കണത്. ദാവീദ് പറഞ്ഞത് എന്താണ്? മെറിറ്റില്ല, പക്ഷേ ഗ്രേസ് ഉണ്ടെന്ന് പറയും. അതല്ലേ സംഭവം. നിങ്ങളെന്താ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതായത് 1 സാമുവേൽ 17:45. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സാമുവേൽ 17:43-45. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? ദാവീദിന്റെ കയ്യിലുള്ള എന്താണ്? ഒരു വടി, ഇടയൻ്റെ വടിയാണ്. അതൊക്കെ മെറിറ്റില്ല. അതാണ് ദാവീദ് ഈ 13 അടി നീളം കുന്തവും പിടിച്ചിരിക്കുന്ന ഒരു രാക്ഷസൻ്റെ അടുത്ത് ഒരു വടിയും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. അപ്പോൾ ഗോലിയാത്ത് ഉടനെ ചോദിക്കുകയാണ്, വാട്ട് മെറിറ്റ് യു ഹാവ് ടു ഫേസ് മീ?
നീ എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കെന്നാ യോഗ്യത എന്ന് പറയും. അതിനെ ദാവീദ് പറയുന്നൊരു ഉത്തരമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ. അതാണ് നിന്റെ മെരിട്ട്, യോഗ്യത. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ അടുക്ക വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ കൈയടിച്ച് നിങ്ങൾ അടിച്ച് നിലംപരശാക്കുന്ന ഏത് പ്രതിയോഗിയുടെ മുമ്പിൽ, അത് പരീക്ഷയാകട്ടെ, കോടതിയാകട്ടെ, സർക്കാർ ഓഫീസ് ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, എവിടെ ചെന്നാലും നീ പറയണം, എന്താണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഉടമ്പടി ചെയ്ത ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഒന്ന് പറഞ്ഞ ദൈവവേദലെ, ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ്. കൈയടിച്ച് പിന്നെ ദൈവവേദല എപ്പോഴും മനസ്സിലാക്കി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഉടമ്പടി തൈലം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പ്രധാനപ്പെട്ട എന്താണ്? ഉടമ്പടി കാശുരൂപമാണ്. അതാണ് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം. എന്താ വിഷയത്തിൽ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഓപ്പറേഷന് പോകുമ്പോഴെല്ലാം, പ്രധാനപ്പെട്ട വിഷയത്തിന് പോകുമ്പോഴെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരിക്കും. എന്താ കാര്യം? നിങ്ങൾക്ക് പക്ഷേ കാശുരൂപം ഉണ്ടായിട്ട് കാര്യമില്ല. അതേസമയം തന്നെ നമ്മൾക്ക് മനസ്സിലൊരു ഒരു വിശ്വാസമുണ്ടാണ്. എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് സൈന്യൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ്. പരിശുദ്ധ അമ്മ, കാര്യം ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലൊക്കെ ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കണത്? നമ്മുടെ കൂടെ ആര് വരും? ഐ വിൽ കം വിത്ത് യു. അതല്ലേ ഉടമ്പടിയുടെ വാഗ്ദാനം, ഞാൻ നിൻ്റെ കൂടെ വരും. ആരാണ്? നീ എവിടെ പോയാലും വരുമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ റോഷൻ്റെ സാക്ഷ്യം എന്താണ്? റോഷന് 3 വർഷമായിട്ട് മക്കളില്ല, കോട്ടയംകാരനാണ്, 3 വർഷം മക്കളില്ല. അപ്പോൾ അവസാനം മക്കളില്ലാത്ത ഒരു അവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മക്കളില്ലാത്തൊരു കാലം ഇങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷേ അതേസമയം ജോലിയെ പഴുതി ഇവർക്ക് കുറച്ച് കാലം മാത്രമേ ഒരുമിച്ച് താമസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ആണ്ടിൽ 10 മാസം അവർ പുറത്താണ്, സെപ്പറേറ്റഡ് ആണ്. ഇങ്ങനെയൊക്കെ പല സാങ്കേതിക ജീവിത പ്രശ്നങ്ങൾ കാരണമാണ് മക്കളില്ലാതെ പോരണത്. പക്ഷേ അവർ ട്രൈ ചെയ്തിട്ട് മക്കൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇനി മക്കൾ ഉണ്ടാകുമെന്ന് അറിയത്തുമില്ല. ഇങ്ങനെ ആകെപ്പാട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് ഇവർ ഉടമ്പടി ചെയ്യണത്. അവരുടെ വീട്ടിലാരോ ഉടമ്പടി ചെയ്യണതാണ്. പിന്നീട് അവർ നേരെ വന്ന് ആ ഉടമ്പടിയുടെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഉടമ്പടി ചെയ്യണത്. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട ഒരു വിഷയമുണ്ട്. അന്ന് രാത്രി ഈ റോഷൻ ഒരു സ്വപ്നം കാണും. എന്താ സ്വപ്നമാണെന്ന് വെച്ചാൽ, അവനൊരു വഴിയിൽ നിന്ന് എവിടെ യാത്ര പോയിട്ട് വീട്ടിലോട്ട് വരികയാണ്. റോഡേ ഇറങ്ങി വീട്ടുവഴിയിലേക്ക് വരികയാണ്. വഴി കൊണ്ടുവരുമ്പോൾ അമ്മ മാതാവ് ഇവൻ്റെ കൂടെ വരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അമ്മ മാതാവ് പ്രഗ്നൻ്റാണ്. അതാണ് സ്വപ്നത്തിൻ്റെ വിഷയം. ഗർഭിണിയായ മാതാവ്. അപ്പോൾ ഞാനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പം അമ്മ ഗർഭിണിയാണ്, മാതാവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ സ്വപ്നത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ഞാനും അമ്മയും കൂടി വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങളൊരു വീട്ടിലോട്ട് പ്രവേശിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം മഴ കഴിഞ്ഞപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അമ്മ പോയി. ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോകുന്നു. ആ ആഴ്ചയിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതിപ്പോൾ ഈ ആഴ്ച നടന്ന സാക്ഷികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഈ സ്വപ്നം എന്ന് പറയണത് ഗർഭിണിയായ മാതാവിനെ സ്വപ്നം കാണുകയും ആ മാതാവ് റോഷന് കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആഴ്ചയിൽ നിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകും, പക്ഷെ ആ കുഞ്ഞിനെ ഞാൻ തന്നതാണെന്ന് നീ അറിയണം. അല്ലാതെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നാച്ചുറലായിട്ട് ലഭിച്ച സ്വാഭാവികമായ ദാനമല്ല, മറിച്ച് അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഔട്ട് ഓഫ് ഗ്രേസ്, മെരിറ്റ് കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്ന്. കൈയിട്ടിച്ച് കർത്താവിന് ഇതാണ് സാന്നിധ്യം എന്ന് പറയുന്നത്. സ്വപ്നമാണ്. പക്ഷെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്ന തരത്തിലുള്ളൊരു സ്വപ്നമല്ലത്.
കാര്യം ഉടമ്പടി കാലത്ത് ദൈവത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളെല്ലാം അമ്മയെക്കുറിച്ചോ ഈശോയെക്കുറിച്ചോ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ ആത്മീയമായി കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ജോഷുവ 1:9 എന്താണ്? നീ ഉടമ്പടി ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് ഉടമ്പടി പ്രകാരം കൊണ്ട് വാഗ്ദാനമാണ്, ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ നിൻ്റെ കൂടെയുള്ള സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും മറ്റ് പ്രാർത്ഥനകൾക്കൊന്നുമില്ലാത്ത ഏറ്റവും വലിയ വാഗ്ദാനമെന്ന് പറയുന്നത് ഈ സാന്നിധ്യമാണ്. നമ്മൾ തൈലം തേക്കണത് പോലും എന്താണ്? ഞാൻ തൈലം തേക്കുന്ന പോലെ ഈ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ കൊണ്ടാണ് നമ്മൾ എന്താണ്, ഐ വിൽ ഗീവ് ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്, ഞാൻ കാട്ടുകാളയുടെ ശക്തി നൽകും. അത് എങ്ങനെ ശക്തി നൽകും? ശക്തനും ധീരനുമായിരിക്കുക, ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ ഉണ്ടാകും എന്ന് വെച്ചാൽ സാന്നിധ്യമാണ് ശക്തി. ദൈവം നമ്മൾ ഒരു ഉടമ്പടി തൈലം നെറ്റിയെ കുറിച്ച് വരക്കുമ്പോൾ നമ്മുടെ കൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വി അഡ്മയർ ആൻഡ് അഡ്മിറ്റ് ആൻഡ് വി പ്രൊക്ലെയിം ഇറ്റ്. നമ്മൾ പ്രഖ്യാപിക്കുന്നു, കർത്താവേ ഉടമ്പടിയിലാണ് ഞാൻ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്, അത് ഞാൻ പ്രഖ്യാപിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് സാന്നിധ്യം, അതായത് 1:9 കൊടുത്ത സാന്നിധ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ പാപത്തെക്കുറിച്ച് നിങ്ങളോട് അധികം സംസാരിക്കുക? ഉടമ്പടി ധ്യാനത്തിലെ പാപത്തെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല, കാരണം നവീകരണ ധ്യാനത്തിൻ്റെ സബ്ജക്റ്റാണ്. പക്ഷേ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് പാപ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നൊട്ടേഷൻസ് കൊടുക്കും. ഇന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്നത് ദൈവത്തിൻ്റെ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ വിശുദ്ധി ഇല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടാകത്തില്ല. കാര്യം മനസ്സിലായില്ലേ? നിങ്ങളെ ഈ സാന്നിധ്യമാണ് പ്രശ്നം. സാന്നിധ്യത്തിനെ കുറിച്ച് ഉടമ്പടിയിൽ സാന്നിധ്യമുള്ളത് കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധി പാലിക്കണം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ആ സാന്നിധ്യം പോവും. ഞങ്ങൾ നിങ്ങളുടെ വ്യഭിചാരം ചെയ്യുന്ന, കക്കരുതെന്ന്, മോഷ്ടിക്കരുതെന്ന്, കൊല്ലരുതെന്ന് ഒന്നും പറയത്തില്ല. പക്ഷേ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ള മനുഷ്യരല്ലേ? എന്താ കാര്യം? ദൈവം സാന്നിധ്യം നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അബ്സ്റ്റൈനായിരിക്കണം. എന്താണ്? അഭിഷിക്തമായ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ബോധപൂർവം പിൻവലിക്കണം. അഭിഷിക്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ കാര്യം എന്താണ്? നമ്മുടെ കൂടെയുള്ളത് ആരാണ്? അത് എന്താണ് എബ്രാഹത്തിനോട് പറഞ്ഞത് ഉടമ്പടി കഴിഞ്ഞപ്പോൾ? 17:2 ഉൽപ്പത്തി പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഉൽപ്പത്തി 17:1 ഉൽപ്പത്തി. സർവശക്തനായ ദൈവമാണ് ഞാൻ. ഒന്ന് പറഞ്ഞേ. സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടോ? അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ബൈസ്റ്റാൻഡറെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയാണ്. ആ ദൈവത്തിൻ്റെ വിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഇപ്സഫാത്തോ കോമൺ സെൻസ് ഉള്ള ആർക്കായാലും അറിയാം നമുക്കെന്താണ്, നമ്മൾ വിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി കർത്താവ് പറഞ്ഞല്ലേ. ലേവ്യർ 11:45 നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് പറഞ്ഞു. നിങ്ങളുടെ ദൈവമായിരിക്കും. ഏറ്റു പറഞ്ഞ നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഈ സാന്നിധ്യമാണ് പരിശുദ്ധിയെ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ്. പക്ഷേ ആ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധിയിൽ വ്യാപരിക്കണം. മനസ്സിലായോ? ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ മകളുടെ കല്യാണം ഒന്നും ശരിയാണില്ല, 2-3 ചെക്കന്മാർ ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഒരാൾക്ക് എല്ലാവർക്കും നമുക്ക് അക്സെപ്റ്റബിളാണ്, പക്ഷേ ഇതിൽ ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് പേരും കൊണ്ടുവന്നു. അപ്പോൾ പേരും കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി സാക്ഷ്യമുണ്ടോ? സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. സാക്ഷ്യം ഇല്ലെങ്കിൽ സന്ദേശം എടുക്കത്തില്ല. കാര്യം ഇവരുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ലല്ല.
ദൈവം അത് സാക്ഷ്യം ഭയങ്കര സീരിയസ് ആണ് മക്കളെ. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴെങ്കിൽ സാക്ഷ്യത്തിന് വില അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാം, പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ മെസ്സേജ് എടുക്കേണ്ടി വരും. അപ്പോഴാണ് ചോദിക്കുന്നത് സാക്ഷ്യം എന്തെന്ന് ചോദിക്കും. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും സാക്ഷ്യം നിങ്ങൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഒളിച്ച് നടന്നാൽ പിന്നെ സ്വാഭാവികമായിട്ട് അടുത്തൊരു വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കുന്ന ആളാണ്. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് പോരായ്മയായി നിങ്ങൾ കരുതുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അടുത്ത ഒരു ഇഷ്യൂ നിങ്ങൾ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി ലോകം അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു, ഇതോടുകൂടി ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. നാളെ ഇതിനേക്കാൾ ഇരട്ടി പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവതിരുസന്നിധി തന്നെ എന്ത് മോന്തിയമായിട്ട് നിങ്ങൾ വരും, അത് ഓർക്കണം. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് മാറണം. അതിപ്പോൾ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി തന്നെയല്ല, ദൈവതിരുസന്നിധി ഇനിയുള്ള കാലം കൃപയിൽ വ്യാപരിക്കാൻ ഒരു സാക്ഷ്യം ഒരു മസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ട് തരും, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഇപ്പോൾ ഞാൻ ചേർത്ത് ചോദിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്, സാക്ഷ്യം പറഞ്ഞില്ല, പറയാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒപ്പിട്ട് നോക്കി. അപ്പം നോക്കിയപ്പോൾ സാക്ഷ്യം അവർ പറഞ്ഞിട്ടില്ല, പറയാനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടതെന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സെക്കൻഡ് ക്ലാസ് സാക്ഷ്യമായിരിക്കും, ഉടമ്പടിയുടെ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ കുറവായിരിക്കും, ഇവിടെ കൗൺസിലിംഗ് കിട്ടുന്ന സമയം കുറവായിരിക്കും. കാര്യം നിങ്ങളത് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്ത് വരാൻ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴൊരു ചേച്ചി ഓക്കെ ആണല്ലോ, അടുത്ത ചോദ്യം വന്നു. എന്താ ചോദ്യം? നിങ്ങൾ എന്നാ കുമ്പസാരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുമ്പസാരിച്ച് 2 മാസമായി. ഞാൻ പറഞ്ഞ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു, തീർന്നു, അവിടെ വെച്ച് എല്ലാം തീർന്നു. കാര്യം ഉടമ്പടി പ്രകാരം 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണ്ടേ? അതല്ലേ അച്ഛൻ പറയണേ ഇവിടുന്നുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് എഴുന്നേൽക്കാൻ പറയണം. അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 മാസം, അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. ചേട്ടത്ത് 2 മാസമായി കുമ്പസാരിച്ചിട്ട്. അപ്പം ഉടമ്പടിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വിശുദ്ധരല്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ കൂടെ കുമ്പസാരിക്കണമെങ്കിൽ നമുക്ക് കുമ്പസാരത്തിൻ്റെ ബോധമുണ്ടാകും. അതനുസരിച്ച് നമ്മൾ പാപത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ആ ഒരു ചൈതന്യം ഇല്ലാത്ത നിങ്ങൾ ഒരു സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾ തന്നെ ആ മനസ്സാക്ഷിക്ക് ഒപ്പിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ എന്താ ഉടമ്പടി ചോദിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയല്ലേ. ഇതുപോലെ പ്രാക്കപ്പെട്ടൊരു മനുഷ്യൻ വന്നാൽ എങ്ങനെയാണ് ദൈവം സംസാരിക്കത്തില്ല. അതാണ് പ്രശ്നം. അതല്ലേ ഇപ്പം ലേവ്യരോട് വായിച്ചത്, ഞാൻ പരിശുദ്ധരായിരിക്കുന്നവരെ നിങ്ങളും പരിശുദ്ധരായിരിക്കാൻ പറയും. അപ്പോൾ അതൊരു വിഷയമാണ്. അത് നിസ്സാര വിഷയമല്ല. ഈ നിങ്ങളുടെ ഹെവി സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിശുദ്ധി വേണം. ഇപ്പം ജോഷുവ തന്നെ ജനങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് 3:5 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ജോഷുവ 3:5 ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് ജോഷുവയുടെ അനുഭവമാണ്. വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഉടമ്പടിയിൽ മിറക്കിൾ സംഭവിക്കണോ, നിങ്ങൾ വിശുദ്ധി പാലിക്കാൻ നോക്കണം ഉടമ്പടി പ്രകാരം. അതെപ്പോഴും എന്താ സംഭവിച്ചാലേ, നമുക്കറിയാമല്ലോ ജോഷുവയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജെറീക്കോ കോട്ട തകർത്തത്, അല്ലേ? ജെറീക്കോ കോട്ട തകർത്തത്. പക്ഷേ ജെറീക്കോ കോട്ട തകർക്കാൻ വേണ്ടി ജോഷുവയുടെ കയ്യിൽ അധികം പട്ടാളക്കാരൊന്നുമില്ല. അവർ പട്ടാളക്കാരെ ട്രെയിൻഡും അല്ല. അവർ ആകപ്പാടെ ഉള്ള വാഗ്ദാന പേടകമാണ്. ആ സംഭവമാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് തോളെ വെച്ചിട്ട് പുരോഹിതന്മാർ 7 പുരോഹിതന്മാർ 14 പുരോഹിതന്മാർ ഇത് തോളെ വെച്ചുകൊണ്ട് ഈശോയെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത് ചുറ്റും നടക്കും. നടക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചുകൊണ്ട് വേറെ ഒരു ആസ്തിയുമില്ല, വേറൊരു മെരിട്ടുമില്ല. കർത്താവ് മാത്രമാണ് മെരിറ്റ്. കാര്യം അവിടെ ഈ ജെറീക്കോ നല്ല സൈന്യം, നല്ല ട്രെയിൻഡ് സോൾജേഴ്സുള്ള സ്ഥലമാണ്, നല്ല നഗരമാണ്, നല്ല ശരിക്കും കോട്ടയാൽ ഭദ്രമായ നഗരമാണ്. അവിടെ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? ജോഷുവ ഇവർ നടന്ന് ചെല്ലുമ്പോൾ ഒരു സൈന്യാധിപനെ കാണും. ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ നിൽക്കുകയാണ്. ജോഷുവ അതിനേക്കാൾ വലിയ സൈന്യാധിപനാണ്. ജോഷുവ പേടിച്ചില്ല. ഇവർ വാഗ്ദാന പേടകമായിട്ട് ചെല്ലുകയാണ്, ജെറീക്കോ കോട്ടയെ സമീപിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ രാക്ഷസനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജോഷുവ പേടിച്ചില്ല, പതറത്തില്ല. പക്ഷെ പതറാതെ ഇവൻ ചോദിക്കും, സത്യം പറ,
നീ ഞങ്ങളുടെ പക്ഷത്തോ അതോ ശത്രുപക്ഷത്തോ? അപ്പോഴീ സൈന്യാധിപൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? നീ കാലിലെ ചെരുപ്പൂരി മാറ്റാൻ നോക്ക്. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന്. യോശുവ 5:14-15. അതെ. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ ചെയ്തു. അതായത് ജോഷുവ തന്നെ വിശുദ്ധീകരിച്ചു, അഴുക്ക് മാറ്റിയെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മോസസ് അബിമേലെക്കുമായിട്ട് യുദ്ധം ഉണ്ടായ കാലത്ത് മോസസ് ജോഷുവയോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ കാര്യം? നമുക്ക് യുദ്ധം ജയിക്കാനുള്ള ശക്തിയില്ല, പക്ഷെ കർത്താവ് യുദ്ധം ചെയ്യും. അതാണ് വിഷയം. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മൾ മൗനമായി ഇരുന്നാൽ മതിയെന്ന്. ഇതാണ് വിഷയം വരണത്. അതാണ് പുറപ്പാട് 14:14. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ ശാന്തരായിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഒരു കേവല സൈലൻസ് അല്ല ഉദ്ദേശിക്കണത്, ഒരു വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയാണ്. ഇപ്പം മനസ്സിലായില്ലേ? നമ്മൾ പുറപ്പാട് 14 യുദ്ധം ചെയ്യുന്ന കർത്താവിനെ കക്ഷി ചേർക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് 14:14 ജോഷുവ 3:5 3:14-15 കണക്ട് ചെയ്യണം. എന്താണ്? ശാന്തരായിരുന്ന വെറുതെ കൈയും കെട്ടി മരവിച്ച് എവിടെയെങ്കിലും കഞ്ചാവ് പിടിച്ച് ആൾക്കാരെ പോലെ ഇരിക്കണ പോലെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം, കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കണം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തവരായിരിക്കണം, കർത്താവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി സാക്ഷിയുള്ളവരായിരിക്കണം. അങ്ങനെ ശക്തനും വിശുദ്ധനുമായിരിക്കുക എന്ന് പറഞ്ഞാൽ, ശക്തനും ധീരനുമായിരിക്കുക എന്ന് വെച്ചാൽ, കർത്താവിനെ കക്ഷി ചേർക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സാന്നിധ്യമാണ്. അത് ഉടമ്പടി ലഭിക്കുന്നതാണ്, അത് വിശുദ്ധിയുടെ ബലമാണ്. കൈയിടിച്ച് കർത്താവിനെ സുടലൂ. ഉടമ്പടിയിലൂടെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ ശക്തിക്ക് പറയാനുള്ള ഒരു പാത്രമാകുവാൻ ഈ ധ്യാനത്തിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം വരെ ധ്യാനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തിയ ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് നിന്റെ ശക്തി വന്ന് നിറയുവാൻ ഈശോയെ ഞങ്ങൾ ഈ ആരാധനയുടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം എന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അരുളി ചെയ്ത നാഥ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാലയളവില് അനുദിനം ശുദ്ധിയിൽ മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഈശോയെ നിന്റെ കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ ശത്രുപക്ഷത്തിന് നേരെ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി ഈ സൈന്യാധിപനെ പോലെ യുദ്ധം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശുദ്ധിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, ഞങ്ങള് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേല് വിജയം നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, തീർത്ഥാടന ഉടമ്പടിയായും അങ്ങയുടെ മുമ്പിൽ ആരാധന കൂടുന്ന ഞങ്ങളും ഓൺലൈനായി ആരാധന കൂടുന്ന എല്ലാ ദൈവമക്കളും ഉടമ്പടി പ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച് നിന്റെ സാന്നിധ്യത്തിന് ശക്തിക്കും അർഹരാകുവാൻ അഭിഷേകം ചെയ്യണമേ. അടയാളം നൽകണമേ. സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ.
ഇരിക്കുക. കൃപയാൽ അഭിഷിക്തമാകുന്ന വലിയൊരു ദൈവിക നിമിഷമാണ്. നമ്മൾ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് വെളിപാട് നൽകുന്നത്. ഇതിപ്പോൾ മുമ്പത്തെ കാലത്തേക്കാളും, അതായത് നേരത്തെ, ഇപ്പോൾ എനിക്കറിയാം കഴിഞ്ഞ കൊല്ലത്തേക്കാളും, മുമ്പത്തെ കാലം ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ കൊല്ലമാണ്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൃപാസനം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതുവരെ ഉണ്ടാകുന്നൊരു കോവിഡ് കാലമുണ്ടല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ഉടമ്പടി കാലമില്ലേ, അതിനേക്കാളും ഇപ്പം സാന്നിധ്യം കൂടുതലാണ്. അതാണ് ഇപ്പം നിങ്ങളെ എല്ലാ സാക്ഷ്യവും കേൾക്കുന്നില്ലല്ലോ, ഞാൻ മിക്കവാറും എല്ലാ സാക്ഷ്യവും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മുമ്പത്തെക്കാളും ആൾക്കാരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മുമ്പത്തെക്കാളും വിശുദ്ധരായെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യം വിശുദ്ധിയും സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത്. പിന്നെ ആൾക്കാർ മുമ്പത്തെക്കാളും ഉടമ്പടിയുടെ ബയോളജി പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഉടമ്പടി ഒരു ഭക്തകൃത്യമെന്നും അല്ലത്, ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബൈബിളിക്കൽ എക്സിക്യൂഷനാണ്. ആ ബൈബിൾ പ്രയോഗത്തിൽ വരുത്തുന്ന സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മാത്തമാറ്റിക്കൽ പ്രയറാണ്. കാര്യം അതിൻ്റെ ഇന്ന ഫലത്തിന് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന ഫലമെന്ന് കൃത്യമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു സാക്ഷ്യം ഉണ്ടായത് അല്ലൻ വർഗീസ് എന്നും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ട്രിവാൻഡ്രത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എങ്ങനെ വെച്ചാൽ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വൈഫും കൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഒരു സങ്കടമാണ്. കാര്യം അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാത്തൊരു കാര്യം അമ്മ ഉടമ്പടി പ്രകാരം നടത്തിക്കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്കായിരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ കാരണം അവർക്ക് കൊല്ലത്ത് പോയി ജോലി ചെയ്യാനോ ദിവസവും പോകാനോ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം ഉടമ്പടി ചെയ്തു, കൊല്ലത്തെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിന്നു. പിന്നെയും വന്ന് ഉടമ്പടി ചെയ്തു, പക്ഷേ പുള്ളിയുടെ ട്രാൻസ്ഫർ വീണ്ടും ട്രിവാൻഡ്രത്തേക്കാക്കി ദൈവം ക്രമീകരിച്ചു. അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ ചെയ്തതിനേക്കാൾ വലുത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ആദ്യം പറയാം. അദ്ദേഹം ആദ്യം ട്രാൻസ്ഫറിന് ഒരിക്കലും അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കുടുംബത്തിൻ്റെ സാഹചര്യം അതല്ല. അപ്പോൾ എന്താ ചെയ്യണത്? അമ്മ ഇത് മാറ്റിത്തരാതെ ഒരു മാർഗ്ഗവുമില്ല. 90 ദിവസം അദ്ദേഹം പക്ക ഉടമ്പടിയിലാണ് ജീവിക്കണത്. അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്ന് ഉടമ്പടി ചെയ്ത ആളാണ്. അല്ലാതെ ആൻറ്റി പറഞ്ഞ് അയൽവാസി പറഞ്ഞെന്നും പറഞ്ഞ് കൂടെ വന്ന് ഉടമ്പടി ചെയ്ത ആളല്ല. അപ്പോൾ അവർക്ക് മണിയാ കിണിയ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും പോര്. അതാണ് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. ഇത് കറക്റ്റ് കാര്യങ്ങൾ മാസങ്ങളോളം എടുത്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ടാണ് അദ്ദേഹം ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തില്ല. പക്ഷേ അപ്പോൾ അത് ഉടമ്പടിയുടെ ഇരിക്കുന്ന വെടിമരുന്ന് എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് സംഭവം. ഉടമ്പടി എങ്ങനെ കത്തണമെന്ന് പുള്ളിക്ക് കണ്ടുപിടിച്ചു. ഉടനെ പുള്ളി 3 മാസം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് കത്തണമെന്നോ അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റണത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് പുള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു മലക്കം പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തു മകനെ ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് നിൻ്റെ വയറ്റിപ്പഴപ്പാണ് നീ പ്രാധാന്യം വെച്ചിരിക്കുന്നത്. നീ വെക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. ഉടനെ പുള്ളി ഇത് വിടുന്നപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ 1ാമത്തെ സെക്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ വെട്ടി അത് 2ാമതാക്കി മാറ്റി. 1ാമത് പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അമ്മേ എന്നെ നിറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. അതാണ് ഈ എഡ്യൂക്കേറ്റഡ് ആളുകൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. കാര്യങ്ങൾ അറിഞ്ഞ് അവർ മറമ്മത്തി തൊട്ടേ കളിക്കത്തുള്ളൂ. അവർ ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. ചെയ്യുമെങ്കിൽ അവർ വെടിപ്പായിട്ട് ചെയ്യും. അതാണ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത. കാര്യങ്ങൾ എന്താണെന്ന് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കും. അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും. ഇതെങ്ങനെ കത്തിക്കണമെന്ന് നോക്കും. എന്നാൽ അതിൻ്റെ ഇന്ധനം എവിടെ ഇരിക്കണം, അതിൻ്റെ കുറിഞ്ഞ് എവിടെയാണ്. ഇപ്പം കതിനായാണെങ്കിലും വല്ലോടത്തും കൊണ്ട് തീ വെച്ച് കത്തത്തില്ല. അതിൻ്റെ കുറിഞ്ഞയ്ക്ക് വേണ്ടി കൊടുക്കണം. അത് മരുന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ തീ കൊടുക്കണ്ടേ. അപ്പോൾ ഈ മരുന്നിരിക്കുന്നത് എവിടെയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇത് ആത്മാവിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യം എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ എന്നെ നിറക്കണമേ. 2 നിവർത്തിയില്ലമ്മേ വീണ്ടും വെക്കണം ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം. കൊല്ലത്ത് പോകാൻ എനിക്ക് അവർ പറഞ്ഞു. അവർ ഓഫീസ് കൊല്ലത്തിടാമെന്ന് പറഞ്ഞു.
കൊല്ലത്ത് പോകാൻ അതിനെ റെഡിയാക്കിയിരിക്കുകയാണ് അവർ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് സ്റ്റാറ്റസ് കോ അങ്ങനെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. പക്ഷെ എനിക്ക് പോകാനും പറ്റണില്ല. അപ്പോൾ എന്നെ അതാണ് വെച്ചു. പക്ഷേ ആദ്യം പിന്നെ അതിൻ്റെ അകത്ത് മൂന്നാമതായിട്ട് പുള്ളിക്കാരനൊരു കാര്യം വെച്ചു. കാര്യം അമ്മ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്യണം. അവനും എന്നെപ്പോലെ പ്രശ്നമാണ്. അവനെയും കൊല്ലത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൻ്റെ കാര്യം കൂടി ഞാൻ വെക്കണമെന്ന് മൂന്നാമതായിട്ട് അവൻ്റെ കാര്യം വെച്ച്, സഹപ്രവർത്തകൻ്റെ കാര്യം വെച്ച്. അപ്പോൾ ഈ അല്ലൻ്റെ കാര്യം അമ്മ രണ്ടാമത്തെ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ആയത് കാരണം അല്ലൻ്റെ കാര്യം അമ്മ ഈ വിത്തിൻ നോ ടൈം കൊല്ലത്തെ ഓഫീസും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത് അത് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അല്ലന് അവിടെ തന്നെ അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു. ക്ലിയറായത്. ഇപ്പോൾ ഓർഡറെല്ലാം പിൻവലിച്ചു, എല്ലാം ക്ലിയറായി. പക്ഷേ കൂടെ ഉള്ളവന് ഇപ്പോഴും പോകണം. അപ്പോൾ അവൻ ഇവിടെ വന്ന ദിവസം പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമതായിട്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അവനിപ്പോഴും വിഷമത്തിലാണെന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം വന്നു. പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുഗന്ധാഭിഷേകം വന്നു. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, വൈഫും കൊണ്ട് നിൽക്കുകയല്ലേ, കാര്യം ഇവിടെ ഞങ്ങളെ ഇവിടെ ഈ നമുക്ക് ഈ 10,000-2,000 ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമ്പോൾ ബാത്റൂംസ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരും കാണുന്നില്ലെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് 57 ബാത്റൂമിൻ്റെ അകത്തുണ്ട്. അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓവറായിട്ട് ആൾക്കാർ വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം വിക്ക് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, എന്തുമാത്രം വിക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓർഡർ നല്ല സ്മെല്ല് വരും. അതിന് ആൾക്കാർ ഒത്തിരി കൊണ്ട് ആവശ്യമില്ലാത്ത സ്മെല്ലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ സുഗന്ധാഭിഷേകം എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, കാര്യം എനിക്കറിയാം ഈ വിക്ക് വെച്ചിരിക്കണ കൊണ്ടാണെന്നറിയാം. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ വിക്കിൻ്റെ സ്മെല്ലല്ല, വേറെ ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിൻ്റെ മാതാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഉടനെ വൈഫ് അടുത്ത് നിൽപ്പുണ്ട്. വൈഫോട് ചോദിക്കും, എനിക്ക് വല്ലാത്തൊരു സ്വർഗീയ സുഗന്ധം ഫീൽ ചെയ്യണമല്ല, നിനക്ക് വല്ലതും തോന്നിയോ? അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും തോന്നിയില്ല. വീണ്ടും ചോദിച്ചു, അയാൾക്ക് സ്മെല്ല് ശരി വരുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, അപ്പോഴും ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വന്നു, കൂട്ടുകാരനെ വിളിക്കാൻ വന്നു. അയാൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കൂട്ടുകാരനെ വിളിച്ചു, നിൻ്റെ ട്രാൻസ്ഫറിന് വല്ലതും സംഭവിച്ചോടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഇതിങ്ങനെ ഇയർ ടു ഇയർ കേൾക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നിന്നാൽ മതി. നമ്മുടെ ഈ മലയാളിയുടെ ജനിതകമായി ഉടായ്പില്ല, ആ സാധനം മാറ്റിയ ഉടമ്പടി വർക്കൗട്ട് ചെയ്യും. അത് കൃത്യമാണ്. മലയാളിക്ക് എങ്ങനെയാ ചെറുക്ക് ഗേറ്റ് തുറന്നു കിടന്നാലും അതിൽ ചാടിയിലേ വരത്തുള്ളൂ. അവരെന്തെങ്കിലും തരത്തിൽ കുറക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഇത് 10 പത്രമെങ്കിലും അടുത്ത ആഴ്ച കൊടുത്താൽ മതിയാന്ന് ചിന്തിക്കും. ഇപ്പം പണ്ട് ഈ ജഗതിയൊക്കെ കളിച്ച പോലെ കൈനീട്ടം വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിക്കത്തില്ലേ, അതുപോലെ മലയാളി ചോദിക്കും, കൈനീട്ടവേ വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് എന്ന് പറയും. 10 പത്രം അവസാനം മാർച്ച് അവസാനം കൊടുത്താൽ മതിയാന്ന് ചോദിച്ചാൽ ഇത് കത്തുകയില്ല, നനഞ്ഞ പടക്കം പോലെ ഉടമ്പടി. എന്താ കാര്യം? ഇതിനൊരു ലിമിറ്റഡ് ഒരു സ്പീഡുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ എന്തൂസിയാസത്തിൻ്റെ ഭാഗമാണ്. വെച്ച് കഴിഞ്ഞാൽ അതാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾ പത്രം കൊടുത്തു, രോഗിയെ കണ്ടു, ഇപ്പം രോഗിയെ കണ്ടാകുമ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ രോഗിയാണെന്നല്ല പറഞ്ഞിരിക്കണത്, അല്ലേ? അവിടെ വേറെ നിങ്ങളുടെ അയൽവാസിയാണ്, ചിലപ്പോൾ ജന്മത്ത് ആദ്യമായിട്ടും കാണുന്ന രോഗിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജന്മിത്തം കളിക്കും. എന്നാൽ കിടക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്നൊരു 50 രൂപ. അപ്പോൾ നിങ്ങൾ ജന്മിയുമായി, അയാൾ കുടിയാനുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിങ്ങൾക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും ഇത്തിരി മേൽക്കൈ കിട്ടിയാൽ പിന്നെ അപ്പം തന്നെ നിങ്ങൾ കോളർ പൊക്കും. കോളർ പൊക്കണ കാരണമാണ് ഈശോ പറഞ്ഞത്, കോളറൊക്കെ താത്ത് രോഗിയെ ഞാനായിട്ട് കാണാൻ പറയും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു. അതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവ് രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മളാരാകും? ദാസനാകും. അമ്മ അതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് പറയണത്, നീ ഗർഭം ധരിച്ചാൽ പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ കർത്താവാണിത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഉടനെ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാ അമ്മ ഉടമ്പടി ചെയ്യണം എന്താണ്? ദാസിയാണെന്നും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന നിമിഷം തന്നോട് തന്നെ പറയണം, ഞാൻ കർത്താവിൻ്റെ ദാസാണ്, കർത്താവിൻ്റെ ദാസിയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് കർത്താവ്
അല്ലൻ്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യണത്? ഇവന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടിയ ഉടനെ, പരിശുദ്ധാത്മ ഫലം എന്താണ്? സ്നേഹമാണ്, അല്ലേ? സ്നേഹമാണ്. അതുകൊണ്ടാണല്ല അവൻ രക്ഷപ്പെടാത്തതിൽ ഇവന് സങ്കടം വന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയോട് അവൻ പറഞ്ഞത്, അമ്മ അവൻ്റെ കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്, അവൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഇതിന് ഒന്നും പഞ്ഞമില്ല മക്കളെ. ഇതെല്ലാം നിങ്ങൾ വരച്ച വരയിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ, ആ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിൽ, ആ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഇന്ന് കത്തും നിന്ന് കത്തും. കൈയടിച്ച് കർത്താവ് അതാണ്. ചില ബുദ്ധി കുഷ്മണ്ഡന്മാർ ചിന്തിക്കുകയെ ഉദ്യോഗസ്ഥന്മാരല്ല ഇങ്ങനെ ട്രാൻസ്ഫർ ചോദിച്ചാൽ പിന്നെ സർക്കാരെ തെണ്ടുമില്ല എന്ന്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേടെ പ്രത്യേക സിറ്റുവേഷൻസാണ്. നിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഒരു മറ്റ് വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നിന്നെക്കാരത് അറിയാൻ പറ്റത്തില്ല. നിൻ്റെ ഭാര്യ ആയിരിക്കാം, നിൻ്റെ മകളായിരിക്കാം, മകനായിരിക്കാം. അവിടെ സിറ്റുവേഷൻ നിനക്ക് അറിയത്തില്ല. ഇതെല്ലാം അറിയണ ഒരാളുണ്ട്. അയാൾ നമുക്ക് വാഗ്ദാനം തന്നു. ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ സോയിൽ. എന്താണ്? നിൻ്റെ മണ്ണിൽ തന്നെ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു, പുനഃസ്ഥാപിക്കോ. എന്താണ്? ഇൻ യുവർ ഓൺ സോയിൽ. നീ എവിടെയാണ് വേലെടുത്തത് അവിടെ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എസെക്കിയേലിൻ്റെ പ്രവചനങ്ങളിലുണ്ട്. എസെക്കിയേൽ 37:13-14 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അതുപോലും എന്താണ്? ഈ അയാളെ കൊണ്ടുപോകുന്നത് എന്നെ പരിശുദ്ധാത്മാവിൽ നിറക്കണമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിൻ്റെ ട്രാൻസ്ഫർ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ് വരണത്. എന്താ പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ മേൽ അയക്കും. അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ജീവിക്കും. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഇപ്പം സ്വന്തം ദേശത്ത് പറഞ്ഞാൽ നേരത്തെ ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, വസിപ്പിക്കുമെന്ന് പറഞ്ഞു. പണ്ടുണ്ടായിരുന്ന സ്ഥലത്തുമാണ്, വീണ്ടും അവിടെ തന്നെ വസിപ്പിക്കുക. എൻ്റെ മക്കളെ, ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ 8810 വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടാൽ മതി. നീ പറയണ കാര്യം അതെന്തായാലും ദൈവം നൽകിയിട്ടുള്ള മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്, എക്കാലത്തെയുള്ള നിലനിൽപ്പിന് ദൈവം നൽകിയിട്ടുള്ള 8810 വാഗ്ദാനമുണ്ട്. അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് നിയമപരമായിട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതും ബൈബിൾ അറിയേണ്ട കാര്യമില്ല. ദൈവം ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം ദൈവ നിയമത്തിൻ്റെ താഴെയിട്ട് അത് കണ്ട് പഠിച്ചുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് മനുഷ്യന്മാരുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ദൈവിക ഡിവൈൻ ലോ ഉള്ളത് കൊണ്ടാണ്. ഡിവൈൻ ലോ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. ചിലപ്പോൾ ദൈവികമായ വാഗ്ദാനങ്ങളെ ഈ മാനുഷ്യ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം നടപ്പാക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ആ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ വിസ തടഞ്ഞിട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെ ദൈവം മാറ്റുന്ന കാര്യം എന്താണ്? നിയമത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. കൈയടിച്ച് കർത്താവിനെ രാജ്യത്തിന്റെ നിയമങ്ങൾ വരെ മാറ്റി ഞങ്ങളെ ദൈവസ്നേഹം ഉണ്ടായിരിക്കുക, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക, വിശുദ്ധിയുടെ വ്യാപരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ മാറി മാറി വെക്കണം. രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചാൽ മതി. ചിലപ്പോൾ ഒരാൾക്ക് 4-5 രോഗങ്ങളുണ്ടാകും. അച്ഛൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ്. നിന്റെ മക്കൾ സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, എന്റെ കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ.
എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ്. 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി കർത്താവ് നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനയ്ക്കുന്ന കർത്താവ് കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ കിഡ്നി ചുളിഞ്ഞു പോയവരെ, കിഡ്നി കർത്താവ് ചുളിഞ്ഞു പോയവരെ, കിഡ്നി ചെറുതായി പോയവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നിക്ക് വീക്കമുള്ളവരെ, കിഡ്നി മരുന്നാകുന്നവരെ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ. കൈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി ശ്രദ്ധിക്കട്ടെ. അസുഖമുള്ളവരെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കരരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശ്വാസകോശ രോഗികളെ കർത്താവ്, ശ്വാസകോശ രോഗികളെ, പതിരയുടെ അസുഖമുള്ളവരെ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, അൾസർ രോഗികൾ, അൾസർ രോഗികൾ കർത്താവ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉദര രോഗികളെ കർത്താവ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ തിരുമുറുമാർന്ന് വലതുകരം രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അർച്ചസ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടലുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പക്ഷരോഗികൾ, ഷുഗർ രോഗികൾ, മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, മുടിക്കൊഴിച്ചവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാതരോഗികൾ കർത്താവ്, ഞരമ്പിന് വീക്കമുള്ളവർ, ഞരമ്പിന് ബ്ലോക്കുള്ളവർ, കാലം മരവിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മുള്ളൻകാലം ഉച്ചവരെയുള്ള മാരക രോഗങ്ങളെ, തീരാവേദികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജോലി ഇല്ലാത്തവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസം തന്നെ സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങൾ അനുവദിക്കും. അല്ലെങ്കിൽ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവര്, വീട് സ്ഥലവും വഴിയുമില്ലാത്തവര്, വാടക താമസിക്കുന്നവര്, ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവര്, ഈ ആഴ്ചയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവര്, ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പുതിയ SLCക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നവര്, അവരുടെ മാതാപിതാക്കന്മാരെ ഈ സമയം ആരാധനയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്നവര്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവര്, മക്കളില്ലാത്തവര്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, അതിൻ്റെ വിസ തടസ്സങ്ങൾ, ഓഫർ ലെറ്ററിൻ്റെ തടസ്സങ്ങൾ, യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ, എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ്ങായി പോയവർ, പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ, മക്കളില്ലാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, ജപ്തി ആയിപ്പോയവർ, ജപ്തി വരാൻ പോകുന്നവർ, അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബകലഹത്തിൽ ഭിന്നതയെ ജീവിക്കുന്നവർ, ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ, പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി, ഇഷ്ടമുള്ള ജീവിത പങ്കാളി, അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ന്യായവും സത്യമില്ലാത്ത രീതിയിൽ സമ്പത്തിനും ജോലിക്കും വേണ്ടി ജീവിത പങ്കാളികൾ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ, അതിലെല്ലാം പരിശുദ്ധ ദേവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, തെറ്റായ ലഹരി ശീലങ്ങളിൽ അകപ്പെട്ടു പോയവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, ICUയിൽ കിടക്കുന്നവർ, രോഗികൾ, മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, തിരാവേദിക്കാർ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപാസനത്തെ നീ ഏറ്റെടുക്കണമേ, അതിൻ്റെ ആരാധന ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാവിധ ജീവിത നൊമ്പരങ്ങളും തീരാവേദനകളിലും
അവസ്ഥകളിലായി അകപ്പെട്ടിരിക്കുന്നവരെ, യാത്രയിലാകാൻ പോകുന്നവർ, ജീവിത നിലവാരങ്ങൾ, യാത്രയുടെ ലക്ഷ്യങ്ങളുള്ളവർ കർത്താവെ, അതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ്, നിറവേറാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാ നിറയട്ടെ. സ്തുതിക്കട്ടെ. മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം മുട്ട നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനിവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി മാതാവിൻ്റെ മധ്യസ്ഥ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ്. എല്ലാവരും മുട്ടുകുത്തുക. സമാപന ആശീർവാദം. ഒരു നിമിഷം മൗനമായി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷമതകളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.